എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. വളരെ സന്തോഷകരമായ ഒരു വീഡിയോ ആണ്. നമുക്ക് മാത്രമല്ല നമ്മുടെ അന്യ സ്റ്റേറ്റുകാർക്കും വളരെ സന്തോഷം കൊടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഇന്നത്തെ പത്രത്തിൽ വായിച്ചതാണ്, നമ്മുടെ കള്ളി ഷാപ്പിനും സ്റ്റാർ പദവി കൊടുക്കുന്നു. 3 ത്രിമൂർത്തികൾ ചേർന്നിട്ടുള്ള ഒരു ഓപ്പറേഷൻ ദാറ്റ് വി ക്യാൻ സേ 3 സ്റ്റാർ മോഡൽ ഓപ്പറേഷൻ. അതായത് നമ്മുടെ മദ്യവകുപ്പ് മന്ത്രി മദ്യം ഒഴുക്കും, കള്ള് സ്റ്റാർ സ്റ്റാൻഡേർഡിൽ. തൊഴിൽ മന്ത്രി ആവശ്യമുള്ള പണിക്കാരെ ഈ ഷോപ്പുകളിലേക്ക്, ഷോപ്പെന്ന് വെച്ചാൽ 3 സ്റ്റാർ ഹോട്ടൽ, അതിലേക്കുള്ള ആവശ്യമുള്ള സ്ത്രീ പണിക്കാരെയും കൊടുക്കാൻ സന്നദ്ധ കാണിക്കും. 3ാമത് ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി ഏത് ചെറ്റക്കുടിലും സ്റ്റാറാക്കി കൊടുക്കും, ഒരു കുഴപ്പമില്ല. അങ്ങനെ കേരളം ഇനി വളരെ വൈകാതെ തന്നെ കേരളത്തിൽ ഒരുവിധം കൊള്ളാവുന്ന വീടുകളെല്ലാം ഹോം സ്റ്റേ ആക്കിയും പ്രവർത്തിക്കാൻ അനുമതി തരും. ഒപ്പം അവിടെ കള്ള് കച്ചവടം ചെയ്യാതെ സാക്ഷാൽ കള്ള്, ആ കള്ള് കച്ചവടം ദ്രുതഗതി നടക്കും. അവിടെ കള്ള് കച്ചവടം ഒഴിച്ചു കൊടുക്കാൻ സ്ത്രീകളെയും അപ്പോയിൻമെൻറ്റ് ചെയ്യുക. ഇതൊക്കെ സമീപ ഭാവിയിൽ ഉണ്ടാകാൻ പോണ മാറ്റങ്ങളാണ്. അതായത് ഇനി ഗോവയും ബോംബെയെല്ലാം പിന്തള്ളപ്പെടും. വേണ്ടി വന്ന തായ്ലൻഡ്, ഫിലിപ്പീൻ ഇങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളെക്കാളും ഏറ്റവും ടോപ്പ് മോഡൽ നമ്മുടെ കേരളം വളരുകയാണ്. ടൂറിസത്തിൻ്റെ പേരിൽ ഇവിടെ എന്തും കാണിക്കാനുള്ള ഒരു ലൈസൻസും കിട്ടും. കാരണം ഇലക്ഷൻ വരുന്നുണ്ട്, ചിലവുകൾ ഒത്തിരിയാണ്. പാർട്ടിക്ക് 10 വോട്ട് പിടിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ കാണിച്ചെങ്കിലേ സാധിക്കൂ. എന്തായാലും കേരളം ഇത്രയും അധംപതിച്ച ഒരു സാഹചര്യത്തിൽ എത്തുമെന്ന് മുമ്പ് വോട്ട് ചെയ്തവർ വിചാരിച്ചിരിക്കില്ല. ഇപ്പോൾ മനസ്സിലാക്കുന്നു, നല്ല കാര്യം. പക്ഷേ ഈ 3 മന്ത്രിമാരും കൂടെ ചേർന്ന് ഇങ്ങനെയുള്ള ഒരു സിൻഡിക്കേറ്റ് ഉണ്ടാക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങൾക്കും കുടുംബമുണ്ട്. കേരളത്തിലും കുടുംബത്തോടു കൂടി ആൾക്കാർ ജീവിക്കുകയാണ്. സ്വസ്ഥമായ ഒരു ജീവിതം അവർക്ക് കൊടുക്കാൻ നിങ്ങൾ 3 പേരും ചേർന്നൊന്ന് സഹായിക്കണം. നിങ്ങളുടെ പരിപാടികളൊക്കെ കൊള്ളാം. പണ്ട് കേട്ടിട്ടുണ്ട് കള്ളിൽ ഈ കഞ്ചാവിൻ്റെ ഇലയിട്ട് ലഹരി കൂടുമെന്ന്. ഇനി അതും അതും സംഭവിക്കും. ഒരു സൈഡ് മയക്കുമരുന്നിനെ പറ്റി വാതോരാതെ സംസാരിക്കും, കുറേ അറസ്റ്റും ബഹളമൊക്കെ നടക്കുമ്പോൾ മറുവശത്ത് എത്ര കണ്ട് മദ്യവും കള്ളും ഒഴുക്കാൻ പറ്റുമോ അതും ചെയ്യുന്നു. ഏതാണ് ഇതിലെന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ? ഒരു ലോജിക്ക്. പണ്ടൊരു നേതാവ് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, 50 രൂപ കൊടുത്താൽ കോഴിക്കോട് പട്ടാളത്തിന് ആവശ്യമുള്ള പെണ്ണുങ്ങളെ കിട്ടുമെന്ന്. ഇനി അതെങ്ങാനും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുകയാണെന്നറിയില്ല. പറഞ്ഞിട്ടുള്ളതാണ് ഒരു നേതാവ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല, നാണക്കേടാണ്. പിന്നെ ഈ ടൂറിസം മന്ത്രി, അദ്ദേഹത്തിൻ്റെ സ്റ്റാർ മോഡൽ ഓപ്പറേഷൻ കൊള്ളാം. ഉള്ള റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. പക്ഷേ ഏറ്റവും എളുപ്പം പണി വീടുകളിൽ കള്ള് കച്ചവടം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കാം. അതിൽ കൂടെ സ്റ്റാർ പദവി കൊടുക്കാം. ആശാൻ ആ ഓട്ടത്തിലാണ്. കൊള്ളാം, മന്ത്രി സമ്മതിച്ചിരുന്നു. പിന്നെ തൊഴിൽ മന്ത്രിക്ക് ഈ ഓരോ പ്രദർശനം കാണിക്കുമല്ലോ, എന്തൊക്കെയോ സെമിനാറൊക്കെ അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിൽ കുറേ നമ്പർ കൂട്ടണം. അപ്പോൾ ഓരോ ഹോം സ്റ്റേയും ഓരോ സ്റ്റാർട്ടപ്പ് കമ്പനിയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രസക്തിയും അങ്ങ് ഉയരും. അങ്ങർക്കും കിട്ടും സ്റ്റാർ മോഡൽ പദവി. പിന്നെ കള്ള് വകുപ്പ് ചെയ്യുന്ന മന്ത്രിക്ക് ഇഷ്ടത്തിന് കള്ളും ഡെലിവറി കൊടുക്കും. അപ്പോൾ സ്റ്റാർ പദവി കൊടുക്കാൻ ടൂറിസം മന്ത്രി ഉണ്ടാകും, കള്ള് സപ്ലൈ എടുക്കാൻ കള്ള് വകുപ്പ് മന്ത്രി ഉണ്ടാകും, തൊഴിലിന് പെണ്ണുങ്ങളെ കൊടുക്കാൻ തൊഴിൽ വകുപ്പ് ഉണ്ടായിരുന്നു. വെരി ഗുഡ്.
ഇനി എന്താണ് വേണ്ടത്? ഇനി വളരെ വൈകാതെ തന്നെ നമ്മുടെ അടുത്തുള്ള അണ്ണാച്ചിമാർ ചോദിക്കും, അണ്ണേ இங்கே கள்ளம் இங்கே கிடைக்கண்ணே, அங்கே பொம்பளை தானே கழு போடுறது ஏன்? അതായത് എനിക്ക് പറഞ്ഞ് മനസ്സിലായ അണ്ണേ കള്ള് ഇங்கே கிடைக்கும், കള്ളെന്ന് വെച്ചാൽ കള്ള് എവിടെ കിട്ടുമെന്നാണ് ഇത്. ആമാം இந்த பொம்பளைங்க இருக்காங்களா, அவங்க தானே സപ്ലൈ பண்ணுறது. എന്താണെന്ന് വെച്ചാൽ പെണ്ണുങ്ങളാണോ കള്ള് കൊടുക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇത് വന്ന് ചോദിക്കുന്ന കാലം അത്ര വിദൂരമല്ല, എല്ലാവരും കേട്ടിരിക്കാം. കാരണം ഇനി നമ്മുടെ അടുത്ത വീട്ടുകാരനും ദരിദ്രമായിരിക്കും, ഒരു രക്ഷയല്ല, ഒരൊറ്റ നല്ല പണിയാണ്. അതായത് അതിനൊരു ചെറിയൊരു ഹോം സ്റ്റേ എന്നുള്ളൊരു ബോർഡ് ഇട്ടാൽ മതി. നേപ്പാളിൽ പോയാൽ നല്ല പെമ്പിളരെ കിട്ടും, അതിനെക്കുറിച്ച് ഒരു ദിവസം പെമ്പിളർ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സത്യം. അപ്പോൾ കള്ളും കിട്ടും. പിന്നെ മറ്റെന്ത് കിട്ടുമെന്നുള്ളത് എൻ്റെ സംസ്കാരം ആ ഭാഷ ഉപയോഗിക്കാൻ എന്നെ അനുവദിക്കുന്നില്ല. ഏതാണ്ട് അതൊക്കെ തന്നെയായിരിക്കും നമ്മുടെ കേരളം ഇനി മാറാൻ പോകുന്നത്. വളരെ ദുഃഖകരമായ ഒരു കാര്യമാണിത്. കേരളം ഇത്ര ഗതികേടിലേക്ക് തള്ളിവിട്ട ഈ ഭരണ നേതൃത്വത്തിന് ഈ ലോകത്തിൽ നിന്ന് എത്ര ഇത് കഴിഞ്ഞാലും മനുഷ്യൻ മറക്കില്ല. അവർ എപ്പോഴും അവർക്ക് ഓർമ്മയിൽ തന്നെ ഉണ്ടാകും. ഇനി ആൾക്കാർക്ക് എന്താ പറയുക, ബോംബെയിലും ഗോവയ്ക്കും പോണതിന് പകരം ആൾക്കാർ നേരെ ഇനി കേരളത്തിലേക്കായിരിക്കും യാത്ര ചെയ്യുക. അത് ഏറ്റവും കൂടുതൽ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ പോണത് ഈ അതിർത്തി ഗ്രാമങ്ങളായ തിരുവനന്തപുരം, പാലക്കാട്, ഇവിടെയൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ. അവിടെയൊക്കെ ഇനിയിപ്പോൾ സ്വർഗ്ഗതുല്യമാകും. പിന്നെ നല്ല റോഡാണ്, ഗഡ്കരി നല്ല റോഡ് ഇട്ടുണ്ട്. അങ്ങനെ ബൈക്കിലൊക്കെയാണ് ഓടി വന്ന് ഇവിടെ വന്ന് ഇത്തിരി രണ്ട് കള്ളും അടിച്ച് വന്ന് ഇതായിട്ട് അവനോട് ഹോം സ്റ്റേ കൊണ്ട് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാക്കുന്ന സംവിധാനമാണ് ഇനി കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ഇവരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാവർക്കും അഭിവാദനങ്ങൾ. നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഹീറോകളാകുന്നത്. നിങ്ങൾ കുറച്ച് മന്ത്രിമാരെയും ഹീറോകളാക്കുന്നു. അവരുടെ കൃഷി വോട്ട് ചെയ്തവർ നിങ്ങൾ സന്തോഷിക്കുക. നിങ്ങൾക്ക് നിവൃത്തിയില്ലെങ്കിൽ നിങ്ങളുടെ വീടുകളും ഹോം സ്റ്റേ ആക്കുക. ബാക്കി എല്ലാ സൗകര്യവും ടൂറിസം മന്ത്രിയും നിങ്ങൾക്കത് സ്റ്റാർ പദവിയും തരും, സിംഗിൾ സ്റ്റാറോ ഡബിൾ സ്റ്റാറോ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച്. പിന്നെ എന്താ പറയുക, നേപ്പാളിൽ നിന്ന് നല്ല പെമ്പിള്ളേരെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാൻ ഉള്ള കഴിവുള്ള ഏജൻറ്റന്മാരുണ്ട്, അവരിവിടെ ഇഷ്ടത്തിനുണ്ട്. അപ്പോൾ ഒരു കഷ്ടിച്ച് ഈ ഡിസംബർ മുമ്പിൽ തന്നെ ഈ സൗകര്യങ്ങളെല്ലാം നമ്മുടെ കേരളത്തിൽ ആരംഭിച്ചു തുടങ്ങും. സോ ഇനി നിങ്ങളാരും വിഷമിക്കേണ്ട, എല്ലാ ഫെസിലിറ്റിയും നിങ്ങൾക്ക് ഇവിടെ തന്നെ കിട്ടും. ഇവിടെ ബോംബെയിലെ കാമാട്ടിപ്പുര റെഡ് സീറ്റിലൊന്നും പോകണ്ട, നിങ്ങൾക്ക് ഗോവയിലും പോകണ്ട, എല്ലാ സൗകര്യങ്ങളും ഇനി കേരളത്തിൽ കിട്ടും. ഈ ഗാഡ്സ് ഓൺ കൺട്രിയിൽ ഇതെല്ലാം ഇവിടെ കിട്ടും. ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്ന എനിക്ക് ഖേദമുണ്ട്, പക്ഷേ പ്രതികരിക്കാതിരിക്കാൻ വയ്യ. വേറൊന്ന് കേട്ടത്, ഏതോ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്ന് രണ്ട് പ്രഗത്ഭ വ്യക്തികൾ ഏതോ ശിവൻ ടെമ്പിളിൽ പോയി അനുഗ്രഹം വാങ്ങാൻ വേണ്ടി പോയി. അത് ശീതളം എന്ന് പറയുന്ന ഒരു വടികളുടെ ഒരു യൂട്യൂബർ ആ ഫോട്ടോ എടുത്ത് അവർ റിലീസ് ചെയ്യുകയും അവർക്ക് വധഭീഷണി മുഴക്കി ഇപ്പോൾ ആൾക്കാർ അവരുടെ പിന്നാലെ കൂടിയിരിക്കുന്നതായി കേട്ടു. അതും നല്ല കാര്യം തന്നെ. ശിവൻ വേണ്ട രീതിയിൽ അവർക്ക് വേണ്ട അനുഗ്രഹം കൊടുക്കട്ടെ. സംഭവാമി യുഗേ യുഗേ. കാണാം വീണ്ടും അടുത്ത വീഡിയോയിൽ. താങ്ക് യു.